നമസ്കാരം മാഡം. നമ്മോടൊപ്പം ഇന്നുള്ളത് മലയാളത്തിൻ്റെ പ്രിയ താരം. ഞാൻ പേര് പോലും പറയേണ്ട ആവശ്യമില്ല, കാര്യം ഒരു പേര് പറയുന്നത് തന്നെ ഒരു അഭംഗിയായിരിക്കും. അതുകൊണ്ട് മാഡത്തിൻ്റെ പേര് പോലും ഞാൻ പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ പ്രേക്ഷകരെ അവഹേളിക്കുന്നതിന് തുല്യമായിരിക്കും. അത്രത്തോളം മലയാളത്തോടൊപ്പം ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു താരമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. മാഡം നമസ്കാരം. മാഡം, വളരെ സന്തോഷകരമായൊരു വാർത്ത മാഡം പുറത്തു വിടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളുടെ ക്യാമറ ടീം ഇവിടെ ഓടിയെത്തിയത്. കാര്യം മാഡത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം, പ്രേക്ഷകരെല്ലാം കാത്തിരുന്ന ഒരു സംഭവം, അതായത് പല അഭ്യൂഹങ്ങളും പരത്തിയ ഒരു സംഭവമാണ്. പക്ഷേ ഇന്ന് ഈ ചാനലിലൂടെ അതിനൊരു വിരാമം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ച് മാഡം തന്നെ അതൊരു ആദ്യമായി ഞങ്ങളുടെ ചാനലിലൂടെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായൊരു സന്തോഷവും ഞങ്ങളുടെ ക്രൂ ടീമിനുണ്ടായൊരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ വന്നപ്പോഴാണ്, നമ്മൾ ഈ ഹോട്ടൽ ലോബിയിൽ വന്നപ്പോഴാണ് ഈ സന്തോഷ വാർത്ത ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും മാഡം തന്നെ ആ സന്തോഷ വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിൽ നല്ല സമയമാണെന്ന് തോന്നുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട പേഴ്സണൽ ലൈഫിലെ ഒരു കാര്യമാണ് ജനുവരി 17 ഞാൻ വിവാഹിതയായി. എൻ്റെ ഹസ്ബൻഡ് ഫോഴ്സസിലുള്ള ആളാണ്. ഭാരതത്തിന് വേണ്ടി സ്വന്തം ജീവിതം പണയം വയ്ക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്യൂർലി അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം തന്നെയായിരുന്നു. എനിക്കിത് ഇതുവരെ നാട്ടുകാരെ അറിയിക്കാൻ പറ്റാതിരുന്നത് അദ്ദേഹം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മോദിജി ഇതിനെ അനൗൺസ് ചെയ്യുന്നതുകൊണ്ട് ഇനി എനിക്കിത് നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും അറിയിക്കാൻ പറ്റുന്നു. ആദ്യമായി ഞങ്ങളുടെ ഒരു കൺഗ്രാജുലേഷൻസ് മാഡത്തിന്. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും നേരുന്നു. മാഡത്തിൻ്റെ ജീവിതയാത്രയിലുടനീളം അദ്ദേഹം ഒരു ഹൈലി ഒഫീഷ്യലാണെന്നാണ് ഞങ്ങൾക്ക് ഇപ്പം മാഡം പറഞ്ഞതെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ മാഡം ഒരു പുസ്തകം എഴുതി വലിയ വിവാദം നേരത്തെ സൃഷ്ടിച്ചിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേരെല്ലാവർക്കും അറിയാം. അതിമനോഹരമായ ഒരു പുസ്തകമായിരുന്നു. പക്ഷേ ആ പുസ്തകം റിലീസായ സമയത്ത് എനിക്ക് പോലും ഒരു സംശയം ഉണ്ടായത്, ഒരു പക്ഷേ സിനിമയിൽ നിന്നും ക്ഷമിക്കണം അങ്ങനൊരു ചോദ്യം അങ്ങോട്ട് വന്നതിൽ, സിനിമയിൽ നിന്ന് ഒരു പക്ഷേ ഒരു സന്യാസത്തിലേക്ക് കടക്കുന്ന ഒരു ആദ്യത്തെ ഒരാൾ, ഒരു നടി എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു വ്യക്തിപരമായ ചോദ്യമാണ്, ക്ഷമിക്കണം. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വീണ്ടും നമ്മുടെ പ്രേക്ഷകരെയും ആരാധകരെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് മാഡം പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ നിമിഷം എന്തായാലും ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പിന്നെ മാഡത്തിനോട് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കണം. ഈ വിവാഹമായിട്ട് ബന്ധപ്പെട്ടാണ്. മാഡത്തിൻ്റെ ചില സിനിമകളിൽ ഈ പോലീസ് വേഷം ഉള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആ കഥാപാത്രത്തോട് നമ്മൾ സാധാരണ ഈ ക്ലീഷയായിട്ട് ഉപയോഗിക്കാറുള്ള വാക്കാണ് ഇഴുകിച്ചേർന്നു എന്നൊക്കെ പറയാം. അതൊരു ഭംഗി വാക്കാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരു IPS ഓഫീസർ അല്ലെങ്കിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ആ മുഖഭാവവും ആ ഗാംഭീര്യവും, ഒരു വിഷയം വരുമ്പോൾ പെട്ടെന്ന് ആ മുഖത്തുണ്ടാകുന്ന ഒരു സസ്പെൻസ്, ഒരു പോലീസ് ഓഫീസർക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരുമ്പോൾ അവർ വേറൊരു മൂഡിലിരിക്കുമ്പോഴായിരിക്കും ഫോൺ കോൾ വരുന്നത്. പക്ഷേ പെട്ടെന്ന് ആ ഫോൺ കോൾ വരുന്ന അവരൊരു സസ്പെൻസിലോട്ട് മാറും. അത് തൊട്ടടുത്തിരിക്കുന്നവരെ വല്ലാതെ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും. അത് ഞാൻ മാഡത്തിൻ്റെ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരു റിയൽ ഓഫീസർ എൻ്റെ മുന്നിലിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായത് ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട്. പക്ഷേ അങ്ങനെ ഒരു യൂണിഫോമിനോടുള്ള ഒരു ക്രേസ് കൊണ്ടാണോ ജീവിതയാത്രയിലും അത്തരത്തിലുള്ള ഒരു യൂണിഫോം ധാരിയെ തന്നെ ഇരിക്കട്ടെ, ഒരു സെക്യൂരിറ്റി ആയിട്ടിരിക്കട്ടെ എന്നുള്ള സെക്യൂരിറ്റി മീൻസ് വേറെ രീതിയിലല്ല, ഒരിക്കലും അല്ല. നമ്മുടെ ഇപ്പോൾ എൻ്റെ ജാതകത്തിൽ മാഴ്സിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ശരീര രൂപത്തിലും നമുക്ക് ഒരു എന്താ പറയുക, ഫോഴ്സസിൻ്റെ ഒരു ഭാഷ ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനത്തെ റോൾസിൽ എനിക്ക് ചേരുന്നത്, യൂണിഫോം എനിക്ക് ചേരും. വിവാഹം കഴിച്ചത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. വളരെ സന്തോഷമാണ്. അത് എന്താ പറയുക, നമ്മുടെ
നിയോഗമാണ് സംഭവിച്ചു. അപ്പൊ നിയോഗം പോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാം അതേ ഭവ്യതയോടുകൂടി കാണുന്നു. അപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നിയോഗം പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വീണ്ടും ചില കാര്യങ്ങളിലോട്ട് കിടക്കേണ്ടതുണ്ട്. അതായത് മാഡത്തിൻ്റെ പെട്ടെന്നുള്ള ഈ തലസ്ഥാനത്തേക്കുള്ള വരവ്, ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് നാളായി ബാംഗ്ലൂർ സെറ്റിൽഡ് എന്നാണ് ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള വിവരം. ഞാൻ 2004 മുതൽ ബാംഗ്ലൂരാണ്. ഒരു പകുതി കന്നഡക്കാരിയും പകുതി മലയാളിയും. കന്നഡക്കാരി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കർണാടകത്തിലാണ് 2004 മുതൽ ജീവിക്കുന്നത്. അവിടുത്തെ പൊളിറ്റീഷ്യൻസായിട്ടെല്ലാം വളരെ അധികം അടുപ്പത്തിലാണെന്നാണ് ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾക്ക് ചില ഈ മാധ്യമങ്ങൾ അറിയാലോ, ഞങ്ങളിത് പലതും ഇങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്, ഞങ്ങളുടെ ജോലി അതാണ്. അത് ഞാൻ വ്യക്തമാക്കണം. ഞാൻ പൊളിറ്റീഷ്യൻസുമായിട്ട് അടുപ്പമുള്ള ഒരാളല്ല, ഞാൻ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു വ്യക്തിയുമല്ല. എനിക്ക് എൻ്റേതായ പൊളിറ്റിക്കൽ അജണ്ടയോ അങ്ങനെ ഐഡിയോളജീസോ ഒക്കെ ഉള്ളൊരു വ്യക്തിയല്ല. പക്ഷെ ഞാൻ ഭാരതം എന്ന ഈ രാജ്യത്തിനോട് ഒരുപാട് സ്നേഹമുള്ള ഐ എം എ വെരി പ്രൗഡ് ഇന്ത്യൻ. ഐ എം വെരി പ്രൗഡ് ടു ബി ബോൺ ഇൻ ദിസ് നേഷൻ. അതുപോലെ എനിക്കിപ്പോൾ കുറച്ച് എന്താ പറയുക ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ളത് എൻ്റെ മെൻറ്റോർ വഴിയാണ്. ഹിസ് നെയിം ഇസ് അഡ്വക്കേറ്റ് രോഹിത് ആനന്ദ്. അങ്ങനെ തലസ്ഥാനത്തുള്ള കുറച്ച് വികസനങ്ങൾ ഉണ്ടാവുന്നത് അദ്ദേഹം വഴിയാണ്. ആൻഡ് ഹി വിൽ ബി ടേക്കിംഗ് മീ. അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷേ അതെ അല്ല, അദ്ദേഹമാണ് മെൻറ്റോറും. ഹീസ് ബേസ്ഡ് ഔട്ട് ഓഫ് ഡൽഹി. അപ്പോൾ പൊളിറ്റിക്കലി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹമാണ്, ഞാനല്ല. ആൻഡ് ഹി വിൽ ബി ടേക്കിംഗ് മീ അവിടുത്തെ നമ്മുടെ നാഷണൽ ലീഡേഴ്സുമായിട്ട് അവരെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാനായിട്ട് എന്നെ തലസ്ഥാനത്ത് കൊണ്ടുപോകുന്നു. മാഡം നേരത്തെ പറഞ്ഞു പൊളിറ്റിക്സിൽ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ആചരിച്ചു വരുന്നൊരു രാഷ്ട്രീയ ശൈലിയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് പൊളിറ്റിക്സിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ പൊളിറ്റിക്സ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നൊരു വാക്കുണ്ട്, അല്ലേ? നമ്മൾ സാധാരണ അതുകൊണ്ട് പൊളിറ്റിക്സിനെ നിന്ന് ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ പോലും മാധ്യമങ്ങൾക്കാണെങ്കിൽ പോലും പലപ്പോഴും പൊളിറ്റിക്സിൻ്റെ ഭാഗത്ത് അത് നീതിയുടെ തുലാസ് നോക്കി നമുക്ക് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഇപ്പോഴൊരു പുതിയ ചരിത്രം രചിക്കുന്ന ഒരു രീതിയിൽ, അതായത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് 30% സംവരണം നൽകുന്ന ഒരു രീതിയിലോട്ട് നമ്മുടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, പണ്ട് ജയപ്രദ പോലെയുള്ള സിനിമാ താരങ്ങളെല്ലാം ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരികയും രാജ്യസഭാ എം പിക്ക് മാറുകയ്ക്ക് ജയ ബച്ചൻ തുടങ്ങി നിരവധി പേര് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നല്ല അന്നൊക്കെ അവർക്ക് പലരെയും ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. പലരെയും ആശ്രയിച്ചിട്ട് വേണം രാഷ്ട്രീയത്തിൽ അവർക്ക് നിലയുറപ്പിക്കുക. ഇന്ന് അതല്ല, സ്ഥിതി മാറുകയാണ്. പ്രധാനമന്ത്രി ശ്രീ മോദിജിയുടെ കാലത്ത് 30% സ്ത്രീകൾക്ക് അദ്ദേഹം സംവരണം കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ന് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മാഡത്തിനെ പോലുള്ള ഒരാൾ സധൈര്യം പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. ഒന്ന്, ഞാൻ പൊളിറ്റിക്സിലേക്ക് കയറുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇൻഡയറക്ട്ലി പൊളിറ്റിക്സിൻ്റെ ഭാഗം തന്നെയാണ്. വൺ ഓഫ് ദ ഹയസ്റ്റ് ഓണേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു ഭാരതീയ സിറ്റിസണിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഓണറാണ് നമ്മുടെ മേഖലയിൽ നിന്നും നമുക്കൊരു രാജ്യസഭ MP സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു നേട്ടം ഒരു ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിൽ, അല്ലാതെ നമുക്ക് കിട്ടുന്ന എന്തൊരു പദവിയും നമുക്ക് വീട്ടിലെടുത്ത് വെച്ചാൽ അതിൻ്റെ പേരിൽ നമുക്ക് ഞെളിഞ്ഞ് നടക്കാം എന്നുള്ളതല്ല. നമുക്ക് ആക്ച്വലി നമ്മുടെ രാജ്യത്തിനെ സെർവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഞാനതിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആർട്ട് ആൻഡ് കൾച്ചർ രണ്ടാണ്. പക്ഷെ നമ്മുടെ കൾച്ചറിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് നമ്മുടെ ആർട്ട്. അത് ഞാൻ എന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന്, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം ഈ ചെറിയൊരു നമ്മുടെ മുഴുവൻ ലോകത്തിൽ ഈ ചെറിയൊരു സ്ഥലത്താണ് അത് നിലനിൽക്കുന്നത്. ഒരു വലിയ വിളക്കിൽ നിറച്ച എണ്ണ ഉണ്ടാവാം, അതിന്റെ ആ തിരിയിലാണ് തീ കത്തുന്നത്. ആ തീ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ ആവശ്യമാണ്. ബിക്കോസ് ഇത് ശരിക്കും സ്വത്താണ്, നമ്മുടെ വളരെ വലിപ്പഴുപ്പുള്ള സ്വത്താണ് നമ്മുടെ ഈ കൾച്ചർ. അതിൻ്റെ ഉള്ളിൽ നമുക്ക്
നമുക്ക് ഭാരതീയരായിട്ട് പോലും അറിയാത്ത ഒരുപാട് സീക്രട്സ് ഉണ്ട്. ഇപ്പോൾ പുറം രാജ്യത്തുള്ള ആൾക്കാർ അതെല്ലാം പഠിച്ചു വന്നിട്ട് വേദിക് കൾച്ചറിൽ ഇത്, വേദിക് ആസ്ട്രോളജി, വേദിക് മാത്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേദിക് മാത്സിൽ നമ്മൾ 3 സ്റ്റെപ്പ് പോലും ആവശ്യമില്ലാതെ ഒരു സാധനം സോൾവ് ചെയ്യാം. അത് നോർമൽ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും എല്ലാം കൂടെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഇവിടെ 3 വര വരച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും റിച്ച് ഹെറിറ്റേജ് ഉള്ള ഒരു കൾച്ചറുള്ള ഒരു രാജ്യത്തു നിന്നാണ് നമ്മൾ വരുന്നത്. ഇതെങ്ങനെ നമ്മൾ നമ്മുടെ ഇനി വരും തലമുറകളിലേക്കും ഈ ലോകത്തിനെ മുഴുവൻ എങ്ങനെ അറിയിക്കും? നമ്മുടെ ആർട്ട് വഴി തന്നെ വേണം അല്ലേ? അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ ഐ എം വെരി പ്രൗഡ്. ഈ ഒരു അവസരം എനിക്ക് കിട്ടിയാൽ തീർച്ചയായും ഐ വിൽ ഡു മൈ വെരി ബെസ്റ്റ്, ആബ്സല്യൂട്ട്ലി, ബിക്കോസ് ഐ ടേക്ക് ഇറ്റ് ആസ് എ ഗ്രേറ്റ് ഓണർ ടു ബി ഓഫ് സർവീസ് ടു ദ കൺട്രി. നമ്മുടെ മുമ്പിൽ മാഡം പറഞ്ഞതുപോലെ മാഡത്തിന് ഈ അങ്ങനെ ഒരു കലാപരമായ ഒരു രംഗത്തേക്ക് അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു രാജ്യസഭയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അത്തരത്തിലുള്ളൊരു തലത്തിലേക്ക് മാഡത്തിന് വന്നു കഴിഞ്ഞാൽ മാഡത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ നേരത്തെ വന്ന ഒരു പൊളിറ്റിക്സിലോട്ടാണ് വീണ്ടും വരുന്നത്. അതായത് കുറച്ചും കൂടെ വ്യക്തമായിട്ടൊരു മാഡത്തിൻ്റെ ഒരു ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് നമുക്കറിയാം മോദിജി കൊടുക്കുന്ന ഒരു സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, അതായത് മധ്യപ്രദേശിലായിരുന്നാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 3ാം സ്ഥാനത്തും അധികാരത്തിൽ വന്നത്. സോറി, ഞാൻ BJP പൊളിറ്റിക്സ് അല്ല പറയുന്നത്, മോദിജിയുടെ വാഗ്ദാനങ്ങളാണ്. അദ്ദേഹം ഈ ഇലക്ഷൻ്റെ അവസാന റൗണ്ടിൽ മോദിജി മധ്യപ്രദേശിൽ സന്ദർശിക്കുകയുണ്ടായി. ആ സമയത്താണ് അവിടുത്തെ ഈ സ്ത്രീകൾക്ക് അദ്ദേഹം ചെയ്ത് ഒരുപാട് പ്രോജക്റ്റുകളുണ്ടായത്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതലും മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ 3ാം വട്ടവും കൂടെ അധികാരത്തിൽ കൊണ്ടുവന്നത്. മറ്റൊരു വസ്തുത ഇപ്പം മാഡം പറഞ്ഞത് വെച്ച് ഞാൻ കണക്ക് കൂട്ടുമ്പോൾ നിർമ്മലാ സീതാരാമന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, അതായത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രതിരോധം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരു വനിതയ്ക്ക് സധൈര്യം കൊടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദിജി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഖജനാവ്, അതായത് നമ്മുടെ നിധികുംഭം കൊടുത്തത് ഈ നിർമ്മലാ സീതാരാമനാണ്. അതും അവർ വളരെ ഭംഗിയായിട്ട്. അപ്പോൾ സ്ത്രീകളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പിന്തുണ മാഡത്തിന് കിട്ടിയാൽ മാഡം അത് സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ചോദ്യമേ അല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായാൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്ന, ഒരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ഞാൻ ജെന്യുവൻലി ഇത്രയും സ്വന്തം ജീവിതം ഒരു രാജ്യത്തിന് വേണ്ടി കംപ്ലീറ്റ്ലി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്ന, ഒരു മഹാൻ വ്യക്തിയായിട്ട് കാണുന്ന ഒരു ആളാണ് തന്നെ നമ്മുടെ മോദിജി. സോ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹിം. പൊളിറ്റിക്കലി മാത്രമല്ല, ജസ്റ്റ് ആസ് എ ലീഡർ ഹി ഈസ് കംപ്ലീറ്റ്ലി കമ്മിറ്റഡ്. ആ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റും ഇൻവോൾവ്മെൻറ്റും ഐ ഹാവ് ഓൾവേസ് ബീൻ എ ഫാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ ഒന്നും ആവശ്യമില്ല. അതേപോലത്തെ സിൻസിയറിറ്റിയോടുകൂടിയും അത്രയും നമുക്ക് നമ്മളെ തന്നെ കംപ്ലീറ്റ്ലി സർവീസിന് ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു, എന്താ പറയുക, നമ്മുടെ ഒരു ലൈഫ് മിഷൻ തന്നെയായിരിക്കും. എന്തായാലും കോളിവുഡിൽ നിന്നും ബാംഗ്ലൂർ വഴി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഒരു പാത തുറന്നിട്ടുണ്ടെന്നാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഉടൻ തന്നെ അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത നമ്മൾ പങ്കുവച്ചു. നെക്സ്റ്റ് അടുത്ത ഒരു സന്തോഷ വാർത്ത ഇതുപോലെ നമുക്കൊരു വേദിയിൽ ചർച്ച ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു സന്തോഷം സംഭവിക്കുന്നുണ്ട്. ആത്മീയ പാതയിൽ പറ്റി വലിയ വിവാദം സൃഷ്ടിച്ച ഒരാളാണ് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത്. ഭയങ്കര വിവാദമാണ്. ഇങ്ങനൊരു ചലച്ചിത്ര താരം ഈ ആത്മീയ ബുക്ക് എഴുതി കേരളം മുഴുവൻ ഇളക്കി മറിച്ച ഒരാൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് ഞാൻ പറയാം. ആ ഇളക്കം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ രീതിയിൽ ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ബുക്കാണ് ഇറക്കിയത്. ആ ബുക്കിൽ സ്പിരിച്വാലിറ്റിയിൽ സെൽഫ് റിയലൈസേഷന് വേണ്ട 5 പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ആണ് ആ ബുക്കിൽ എഴുതിയത്. ഞാൻ എന്താ, ആരാ, എവിടെയാ, എന്തിനാ, എപ്പോഴാ, ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ചു. അതിന് ഉത്തരം ഇല്ലെങ്കിൽ ഈ ബുക്കിൽ അതിനുള്ള ആൻസേഴ്സിനുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ബുക്കിന്റെ ടൈറ്റിൽ ഒരു ഞെട്ടിക്കുന്ന ടൈറ്റിലാണ്, ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്. അത് മലയാളത്തിൽ ദൈവത്തിന്റെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ ആ ഗുണം ഉണ്ടായത്, അത്ര വിവാദം ഉണ്ടായത് കൊണ്ട് പെൻഗ്വിൻ ബുക്ക് എടുത്തു. ഇപ്പൊ പെൻഗ്വിൻ വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. ഓൾറെഡി പ്രീ ഓർഡർ ഓപ്പൺ ആണ്. താങ്ക് യു. അപ്പം ഇതില് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഈ വിവാദം ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു സെന്റൻസ് ഉണ്ടായി. അത്
ഈ പറഞ്ഞ ജേർണലിസ്റ്റിക് ക്ലിക്ക് ബേറ്റ് കാരണം ക്ലിക്ക് ബേറ്റിന് വേണ്ടി ഇട്ട ഒരു സെന്റൻസ് ആണ്. അത് കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായി. പക്ഷെ അത് ഇപ്പോഴെങ്കിലും നാട്ടുകാരെ പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹെഡ്ലൈൻ ആയിട്ട് കൊടുത്തത് മോഹൻലാൽ ഇസ് മൈ സ്പിരിച്വൽ ഗുരു എന്ന്. ഒരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല. ആ ഇന്റർവ്യൂ തിരിച്ചുപോയി കണ്ടു നോക്കിയാൽ അറിയാം. ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് കയറുന്നതിൽ സദയം ക്ഷമിക്കണം, ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിരുന്നാണ്. ഞാനും ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ അങ്ങനെ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, മോഹൻലാൽ എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ്. യെസ്, ആക്ടിങ് വൈസ് നോക്കിയാലും ഈ സിനിമ അഭിനയത്തിൻ്റെ ഇടയിൽ ഞാൻ ആ കഥ മുഴുവൻ പറയുന്നുണ്ട്. ഈ ബുക്കിലും ആ ചാപ്റ്റർ എഴുതിയിട്ടുണ്ട്. വിഗ്യാൻ ഭൈരവ് തന്ത്ര എന്ന് പറയുന്ന നമ്മുടെ സനാതന ധർമ്മത്തിലെ ഒരു വലിയൊരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലേക്ക് എന്നെ ഒന്ന് നയിച്ചു വിട്ടു, വഴി കാണിച്ചു തന്നു. ഇങ്ങനെ ഒരു പുസ്തകമുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു, ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളാണ്, ഗുരുതുല്യനായിട്ടുള്ള, എസ്പെഷ്യലി ഇൻ ആക്ടിങ്. നമ്മൾ ഒരുപാട് ആക്ടിങ് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എൻ്റെ സ്പിരിച്വൽ ഗുരു ആണ് എന്നുള്ള ഒരു ഹെഡ്ലൈനിന് ദാറ്റ് ഇസ് ടോട്ടൽ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ. ഞാൻ പറഞ്ഞത് സത്യമാണ്. നമുക്ക് എല്ലാവർക്കും പല രീതിയിലും എല്ലാവർക്കും ഗുരുതുല്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ സ്പിരിച്വൽ ഗുരു മുതൽ ലാലേട്ടനാണെന്ന് പറഞ്ഞാൽ ശരിയാവും. അദ്ദേഹം ഈ ഓഷോയുടെ പല വേർഡ്സും ലാലേട്ടൻ കോട്ട് ചെയ്ത് പറയുന്ന പല കണ്ടിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ അത്തരത്തിലൊരു ഒരു ചുറ്റുപാടുള്ള അതായത് അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു വലയം, സ്പിരിച്വൽ വലയം സൃഷ്ടിക്കുന്ന ഒരു മഹാനടനും കൂടെയാണ് ലാലേട്ടൻ. പക്ഷെ ഒരിക്കലും ലാലേട്ടനെ തന്നെ ഒരു സ്പിരിച്വൽ ഗുരുവായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇല്ല, ഒരിക്കലും. അദ്ദേഹം എന്റെ ഗുരു. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, നമ്മുടെ സിനിമ അദ്ദേഹം വെള്ളിത്തിരയിൽ നിന്നും താഴെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം വളരെ വളരെ മണിമുത്തായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നെ വളരെ കാര്യമായിട്ട് തന്നെ ഒരിക്കൽ ഈ ബുക്ക് റെഫർ ചെയ്ത് തന്ന് എന്നെ ശരിക്കും വഴി കാണിച്ചു തന്ന ഒരു മഹാൻ വ്യക്തി തന്നെയാണ്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇപ്പോൾ പെൻഗ്വിൻ ബുക്സിലേക്ക് എന്നെ എത്തിച്ചത് സുചിത്ര ചേച്ചിയാണ്. സോ അത് ഡെഫിനറ്റ്ലി. പക്ഷെ നമ്മളെപ്പോഴും ഈ ക്ലിക്ക് ബേറ്റ് എന്ന് പറഞ്ഞ സാധനമാണല്ലോ ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റിലുള്ളത്. എങ്ങനെയെങ്കിലും ഇപ്പൊ ഈ ഇന്റർവ്യൂ എല്ലാവരും കാണണം, അതിനു വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഹെഡ്ലൈൻസ് ഇടുന്നതാണ് പ്രശ്നം. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തോളൂ. എനിക്ക് പെൻഗ്വിന്റെ ഡീല് കിട്ടി, എന്റെ ഇന്റർവ്യൂ കണ്ടതുകൊണ്ട് എന്റെ പേഴ്സണൽ ലൈഫ് നന്നായി. ഒരുപാട് എഴുത്തുകാര്, ചിന്തകര്, സ്പിരിച്വൽ ആൾക്കാര്, പൊളിറ്റിക്കലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ശ്രദ്ധിച്ചു. വലിയൊരു വലയം തന്നെ സൃഷ്ടിക്കാൻ ഒരു പുതിയ ജീവിതം തന്നെ തുടങ്ങി വെച്ചു. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച ചർച്ചയിൽ നിന്ന് വേറെ മറ്റൊരു വിഷയത്തിൽ, മറ്റൊരു ഇതിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മുടെ ഈ രാജ്യസഭയിൽ പിന്നെ കലാരംഗത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം മാഡത്തിനൊരു സാധ്യത കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടി. ഇപ്പോഴും മാഡം അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയേണ്ടതല്ല. പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ, അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മാഡത്തിന് അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, സന്ദർഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, മാഡം എന്തൊക്കെയായിരിക്കും മാഡത്തിനൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ലേ? ഞാൻ ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കലാരംഗത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. ഒരു ഐഡിയോളജി ഉള്ള ആൾക്കാർ വന്നിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് ഗുണമുള്ളൂ. അല്ലാതെ ഒരുപാട് പേര് വന്ന് പോയ കസേരയാണ്. പക്ഷേ നമുക്ക് പുതുതായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് മുമ്പേ പോയവർ തുടങ്ങി വെച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ. എപ്പോഴും നമ്മൾ ബെറ്ററാണ് ചിന്തിക്കുന്നത് അല്ലേ? ലൈഫിൽ എപ്പോഴും കൂടുതൽ നല്ല കാര്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും ഐഡിയ മാഡത്തിന്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആർട്സ് ആൻഡ് കൾച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രാക്ടിക്കൽ അംഗീകാരമാണ് ഈ ഓണററി രാജ്യസഭ MP സീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി പവർഫുൾ സീറ്റ്. അപ്പോൾ ആ സീറ്റിലിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ആർട്ട് നമ്മുടെ കൾച്ചറിനെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു ടൂളായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അതിന് വേണ്ട എല്ലാ സാഹചര്യവും നമുക്ക് ഓൾറെഡി ചുറ്റിനുമുണ്ട്. പക്ഷെ നമ്മുടെ ആർട്ട് ഫോം, അതായത് മനുഷ്യ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം എന്താണെന്ന് ചോദിച്ചാൽ അത് സിനിമയാണ്. തീർച്ചയായിട്ടും. നമുക്ക് ജീവിതത്തിൽ അറിയാമെന്ന് പറയുന്ന പല കാര്യങ്ങളും സത്യത്തിൽ നമ്മൾ സിനിമയിൽ കണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കൾച്ചറിനെ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്, അത് സിനിമയിലൂടെയാണ് ലോകം മുഴുവൻ നമ്മുടെ കൾച്ചറിനെ പറ്റി അറിയുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ പലയിടത്തും നോക്കുമ്പോൾ പല രാജ്യങ്ങളും അവരുടെ സിനിമ വഴിയാണ്
വളരെ ക്ലിയർ ആയിട്ട് ലോകത്തിന് അവരുടെ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ ഓരോ സ്ഥലത്തിനെ പറ്റിയുള്ള പിക്ചർ അവരുടെ സിനിമകൾ വഴിയാണ്. നമ്മൾ ആ രാജ്യം ജീവിതത്തിൽ സന്ദർശിച്ചിട്ടുണ്ടാവില്ല. സോ ഐ വുഡ് ലവ് ദാറ്റ് നമ്മുടെ ഇന്ത്യൻ സിനിമ, നമ്മൾ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രിയാണ് ആഫ്റ്റർ ഹോളിവുഡ്. നമ്മൾ ആ സിനിമ ഇൻഡസ്ട്രിയെ വളരെ നല്ല രീതിയിൽ നമ്മുടെ കൾച്ചറും നമ്മുടെ ഹെറിറ്റേജിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിക് ടൂളാക്കി മാറ്റണം. ഒന്ന്, സിനിമ ഇപ്പോൾ വളരെയധികം പ്രതിസന്ധിയിലാണ് ഈ OTT കാലഘട്ടത്തോട് കൂടിയിട്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാത്ത പോലെയാണ്. OTT സിനിമയുടെ ശത്രുവല്ല. ഈ പാൻഡമിക് സമയത്ത് ആർട്ടിനെ നിലനിർത്തിയത് OTT ആണ്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ പോകാതായി തുടങ്ങിയത് OTT കാരണമാണ്. അപ്പൊ നമ്മൾ ഇനി തിയേറ്ററിലേക്ക് ആൾക്കാരെ വരുത്തണമെങ്കിൽ സിനിമയിലെ ക്വാളിറ്റി മാറണം. ആ ക്വാളിറ്റി മാറണമെങ്കിൽ ഇത് റിയൽ ലൈഫ്സിനെ ടച്ച് ചെയ്യുന്ന മീഡിയം ആവണം. അപ്പൊ ആ രീതിയിലെല്ലാം വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ ആവും എന്നെനിക്ക് ഉറപ്പാണ്. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് വളരെ വളരെ വിവരമുള്ളവരും പവർഫുൾ ആയിട്ടുള്ളവരും അത്രയും ഐഡിയോളജി ഉള്ളവരുടെ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും. സോ ഡെഫിനറ്റ്ലി നമുക്ക് കറക്റ്റ് ഇൻപുട്സ്, നമ്മൾ എന്തെല്ലാമാണ് ഇനി നടപ്പിലാക്കാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് ഇപ്പോൾ എന്നെ കൊണ്ട് വ്യക്തിപരമായിട്ട് ഇപ്പോൾ ചോദിക്കുമ്പോൾ അപ്പം തന്നെ കിട്ടാത്ത ഉത്തരങ്ങൾ ക്രമേണ നമുക്ക് ഐഡിയ കൂടി വരും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇനി എന്താണ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ, എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ പുതിയ ഒരു കാര്യം തന്നെയാണ് ഇനിയും ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ വർഷം മുഴുവനും ഇതുവരെ ജീവിതത്തിൽ സ്വപ്നം കാണാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹം മുതൽ, ജാനുവരിയിൽ വിവാഹം കഴിച്ച പോലെ തന്നെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്തൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ മെൻറ്റോർ അഡ്വക്കേറ്റ് രോഹിത് ആനന്ദുമായിട്ട് ഞാൻ തലസ്ഥാനത്തേക്ക് പോകുന്നുണ്ടാവും, ന്യൂഡൽഹിയിൽ. അദ്ദേഹം ന്യൂഡൽഹി ബേസ്ഡ് ആണ്. ഈസ് വെരി പൊളിറ്റിക്കലി കണക്റ്റഡ്. അപ്പോൾ നമ്മുടെ നാഷണൽ ലീഡേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കാനായിട്ട് അടുത്ത ന്യൂഡൽഹിയിലേക്കുള്ള സന്ദർശനമായിരിക്കും ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത പ്രാവശ്യം ഒരു പാർലമെൻറ്റ് അംഗത്തിനെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഉയർച്ചകളും ആശംസിക്കുന്നു.